എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Ten of Wands, Queen of Wands, Three of Cups, Moon, Two of Pentacles, and High Priestess energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 10 of Wands and 2 of Pentacles എനർജിയാണ്. ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഘർഷം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ഭാരം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സാഹചര്യമൊക്കെ ഒഴിവാക്കി വിടാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഒരേ സമയം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. അതായത് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല എന്നുള്ളത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു സാഹചര്യം. പല കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആത്മസംഘർഷം, മാനസികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളത് എന്ത് തരത്തിലാണ് നിങ്ങൾ എക്സ്ട്രാ ബാഗേജ് അല്ലെങ്കിൽ പ്രാരബ്ധക്കെട്ടുകളും അതൊക്കെ റിലീസ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. നിങ്ങൾ ഫിനിഷിംഗ് ലൈനാണ് മാർച്ച് മാസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിലാണെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് ലൈൻ എന്ന് പറയാം. ആ ഒരു ഫിനിഷിംഗ് ലൈനിൽ നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അതായത് പല കാര്യങ്ങളുടെ, പല സംഘർഷങ്ങളുടെ ഒക്കെ പര്യവസാനമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പലതും ഇപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലല്ല എങ്കിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡായി വരുന്ന ഒരു സമയമാണ്. തിരക്കുള്ളൊരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസ് ജീവിതത്തിൽ കൊണ്ടുവരുന്ന സമയമാണ്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിൽ, അതായത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാമ്പത്തികം ഇത്യാദി കാര്യങ്ങളിലും, അതേപോലെ തന്നെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള നിങ്ങൾക്ക് ആത്മീയതയിലും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫും എല്ലാം ഒരു ബാലൻസിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന സമയമാണ്. ഒരു ഇക്വിലിബ്രിയമാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാൻ കൂടി ഈ ഒരു മാസം ശ്രദ്ധിക്കുക. പ്രത്യേകം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിന് സമയം ചെലവഴിച്ച് കൂടുതൽ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ ക്യൂൺ ഓഫ് വാൻഡ്സ് ആൻഡ് മൂൺ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, ക്യൂൺ ഓഫ് വാൻഡ്സ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട സ്ഥാനം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ തുറന്ന് പറയുകയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ലൈം ലൈറ്റിലേക്ക് വരികയാണെന്ന് പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവ് എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സമയമാണ്. ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ, അതായത് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കഴിവുള്ളവർ അത് തെളിയിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങളായിരിക്കും പലതിൻ്റെയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ടാലൻസ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവർ വലുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊച്ചാവേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും, ഇവിടെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, പലപ്പോഴും പല ആളുകൾ ചെയ്യാണ്, ചുറ്റുമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ ചെറുതായിരിക്കും. ചെറുത് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെക്കാൾ പല കാര്യങ്ങളിലും താഴെയാണ് എങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴത്തോട്ട് പോവാതിരിക്കുക. നിങ്ങൾ മുകളിലാണെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തേക്ക് താഴത്തോട്ടല്ല പോകേണ്ടത്. നിങ്ങൾ മുകളിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ കൊച്ചാക്കി കാണുക. ഒരർത്ഥത്തിൽ നിങ്ങൾ താഴത്തോട്ട് ഇറങ്ങാതെ എപ്പോഴും നമ്മൾ മുകളിലോട്ടാണ് പോകേണ്ടത്. മറ്റുള്ളവരോടൊപ്പം എത്താൻ താഴത്തോട്ട് ഇറങ്ങി നിൽക്കാതിരിക്കുക.
സ്റ്റോപ്പ് ആക്ടിങ് സ്മോൾ എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ തൃപ്തരാവുന്നുണ്ട് നിങ്ങൾ. ജീവിതത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുന്നു, ഒത്തിരി നല്ല നല്ല കണക്ഷൻസ് വരുന്നു, സ്നേഹവും പ്രണയവും ഒക്കെ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും. നിങ്ങൾ എന്താണോ നിങ്ങളത് തുറന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ചില ആളുകൾ നിങ്ങളുടെ കഴിഞ്ഞുപോയ കാലത്തിലെ ഫെയിലിയേഴ്സ് അതിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതൊന്നുമല്ലാതെ ഈ ഒരു മാസം നിങ്ങൾ എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ ഈ ഒരു സമയം ഇൻഡ്യൂട്ടീവ് ആയിരിക്കും വളരെയധികം. നിങ്ങളുടെ ജീവിതത്തിലുള്ള അൺസർട്ടനിറ്റീസ് ചില കാര്യങ്ങളിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിച്ചമില്ല, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവാം ജീവിതത്തിൽ. അതിൽ നിങ്ങളോട് പറയാനുള്ള ഈ ഒരു സമയത്ത് പറയാനുള്ള എവറിത്തിങ് ഇസ് ഗോയിങ് ടു ബി ഓക്കെ. എല്ലാം മുന്നോട്ടേക്ക് കാര്യങ്ങളെല്ലാം അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് തന്നെ വരുന്നുണ്ട്. ആ ഒരു തെളിച്ചമില്ലായ്മയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാജിക് സംഭവിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. ഹീലിങ്ങിൻ്റെ സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം, സ്വയം നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പല കാര്യങ്ങളും നിങ്ങളോട് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കണ്ടില്ല എന്ന് അടിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. സിറ്റുവേഷൻസ് ചേഞ്ച് ആവുന്നു. മാർച്ച് മാസം പല കാര്യങ്ങളുടെയും പര്യവസാനവും. ജീവിതത്തിൽ പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത അർഹതപ്പെട്ട സ്ഥാനം ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ 3 of Cups ആൻഡ് 2 of Pentacles എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ രണ്ട് തലത്തിൽ, ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് 2 മേഖലകളിൽ നിങ്ങളുടെ കഴിവ് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന സാഹചര്യമാണ്. സെലിബ്രേഷനാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒന്ന്, പല ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു ജോലിയും ബിസിനസ്സും ഒരേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടിലും ഉയർച്ച ഉണ്ടാവുന്നുണ്ട്. 2 മേഖലകളിലും നിങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ജോലിയിലെ പ്രൊമോഷൻ, ഹയർ പൊസിഷൻ, മാനേജർ പൊസിഷനിലേക്ക് എത്താനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ബിസിനസ് സൈഡായിട്ട് ബിസിനസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു ചെറിയ ജോലിയും ചെയ്യുന്നു ഒക്കെ ഉണ്ടെങ്കിൽ ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ അറിയപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവുകൾ, കലാകാരന്മാരോ കലാകാരിമാരോ ആണ്. കലാപരമായിട്ടുള്ള ഇപ്പോൾ പാട്ട് പാടുന്നു അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്നു, അതോടൊപ്പം ജോലിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വലിയ വലിയ സാധ്യതകൾ തരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം തന്നെ പറയാം. അതേപോലെ ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഒരേ സമയം തന്നെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കും സ്പിരിച്വൽ ആയിട്ടുള്ള, അതായത് ധനപരമായിട്ട് സാമ്പത്തികമായിട്ടോ ജോലി സംബന്ധമായിട്ടോ വലിയ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡും ബാലൻസ് ചെയ്യുന്ന ഒരു സമയമാണ്. സ്പിരിച്വൽ സൈഡ് ബാലൻസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും 2 ദിവസം കൂടുമ്പോഴൊക്കെ മെഡിറ്റേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം, ഓം നമഃ ശിവായ, അല്ലെങ്കിൽ ഓം എന്നുള്ളൊരു മന്ത്രം മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ അനിവാര്യമായിട്ട് ഈ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് മെറ്റീരിയലിസ്റ്റിക്, അതായത് നിങ്ങളുടെ പ്രൊഫഷനിലും ഒക്കെ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള ആത്മീയത, ദൈവികമായിട്ടുള്ള ദൈവവിശ്വാസം ഇതൊന്നും കൈവിടാതെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലെ പുതിയൊരു തുടക്കമാണ്. ജീവിതത്തിൽ ഇതുവരെ ഇനി എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാതിരുന്നവർക്ക് വ്യക്തത വരുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പുതിയ കോഴ്സുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിലേക്ക് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് മുന്നേറാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് തീരുന്ന സമയമാണെന്ന് പറയാം. ചിലപ്പോൾ മക്കളൊക്കെ വലുതാവുന്നതായിരിക്കും, ജോലി കിട്ടുന്നതായിരിക്കും, വിവാഹം കഴിയുന്ന മറ്റെന്തെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ അവരായിട്ട് അവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായിരിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട പ്രായമായാലും അവരായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ മക്കൾ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ ആവാം. ക്വീൻ ഓഫ് വോൺസ് ആൻഡ് 2 of Pentacles എനർജിയാണ്. ചില ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോബീസ്, ഇപ്പോൾ ചിലപ്പോൾ പെയിൻറ്റിങ്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലുള്ള പെയിൻറ്റിങ്, പല വസ്തുക്കൾ കൊണ്ടിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ മാജിക്ക്, മറ്റെന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ, ഇപ്പോൾ ഡയമണ്ട് പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ റെസിൻ വെച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിർമ്മിക്കുന്നതാവാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഹോബീസൊക്കെ ഏറ്റെടുക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഇതാണ്. വർക്കിൽ കാര്യങ്ങളിലും പേഴ്സണൽ ലൈഫിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ
ദൈവികവും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും കൈവിടാതെ പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.